ഹോർമിസ് കടലിടുക്ക് പെട്ടെന്ന് ഇറാൻ എല്ലാ ലോകരാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിലൂടെ ഇഷ്ടം പോലെ കപ്പലുകൾക്ക് പോകാം എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഇറാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ കാരണം എന്താണ്? ഇത്രയും കാലം യുദ്ധം തുടങ്ങിയ സമയം മുതൽ അവർ ആ കടലിടുക്ക് അവരുടെ കസ്റ്റഡിയിലാക്കി കപ്പലുകൾക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ അമേരിക്ക അവരുടെ തുറമുഖങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരോപണം. അതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ഇവിടെ ഹോർമിസ് കടലിടുക്ക് അവർ അടച്ചിരുന്നത്. ഇപ്പോൾ നടക്കുന്നത് എന്താണ് ആക്ച്വലി? കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയെ വിട്ടുകൊടുത്താൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് അമേരിക്ക പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവത്തിന് ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയോ? അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ഏർലി മോർണിംഗ് അതിരാവിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത്, ഇന്നലെ രാത്രിയിലായിരിക്കാം ആ പ്രഖ്യാപനം ഉണ്ടായത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറാണ് ഇപ്പോൾ ഇറാന്റെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇന്ററാക്ഷൻസിനും നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള കമേഴ്സ്യൽ കപ്പൽ നീക്കങ്ങൾക്കും ഇറാൻ പൂർണ്ണമായി അനുവദിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും പഴയ രീതിയിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാന് സമ്മതമാണ് എന്ന ഒരു പ്രസ്താവന പുറത്തു വന്നു. അതോടൊപ്പം ഒരു നിബന്ധന കൂടി ഇറാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇറാനിലെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. ആ ഉപരോധം ഇനിയും തുടരുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ അനുവദിച്ചിരിക്കുന്ന ഗതാഗത സ്വാതന്ത്ര്യം തുടരണമോ എന്നുള്ള കാര്യം പുനഃപരിശോധിക്കും. ഈ ഒരു മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാർത്തയെ സമ്മിശ്ര പ്രതികരണങ്ങളോടെയാണ് പലരും കാണുന്നത്. പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇറാന് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം പതുക്കെ നഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അമേരിക്ക ഇറാനിൽ നിന്നുള്ള കപ്പലുകൾക്കോ അല്ലെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റിക്കൊണ്ടുവന്ന കപ്പലുകൾ അതുപോലെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് മറ്റ് കപ്പലുകൾ കടക്കുന്നതിനെയോ അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വരുന്നതിനെയോ ഒക്കെ എതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം വളരെ ഇഫക്റ്റീവ് ആവുകയും കാര്യക്ഷമമായി നടപ്പാക്കാൻ പറ്റുകയും ഇറാന് ഈ അമേരിക്കൻ ഉപരോധം വന്നതിന് ശേഷം ദിവസം $500 ബില്യൺ അതായത് $50 കോടി വെച്ച് ദൈനംദിനം നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇറാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാടെടുത്തതും എന്നാണ് പാശ്ചാത്യ അമേരിക്കൻ ട്രംപിനെ അനുകൂലിക്കുന്നതുമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഈ രീതിയിലാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മറ്റൊരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന കപ്പലുകൾ ഹോർമൂസിലോ അല്ലെങ്കിൽ ഒമാൻ കടലിലോ വെച്ച് മാത്രമല്ല, ലോകത്ത് എവിടെ വെച്ചു അമേരിക്ക അത്തരം കപ്പലുകളെ പിടിച്ചെടുക്കുമെന്ന്. അതായത് ഇപ്പോൾ കാണുന്നത് യുദ്ധത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരൊറ്റ മിസൈൽ പോലും ഇപ്പോൾ പരസ്പരം അവർ വിക്ഷേപിക്കുന്നില്ല. നമുക്കറിയാം, ഇസ്രായേൽ ലബനോന് നേരെ നടത്തുന്ന ആക്രമണവും ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഹെസ്ബോളയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടിട്ടാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിയിട്ട് സാമ്പത്തിക യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഈ സാമ്പത്തിക യുദ്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ്. അതായത് ഇറാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. 3 മാസത്തേക്ക് ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളൊന്നും കയറിയില്ലെങ്കിൽ ഇറാൻ ഒരു പ്രശ്നവുമില്ല. കാരണം 3 മാസം, അതായത് ദൈനംദിനം ഇറാൻ ഏതാണ്ട് ദശലക്ഷക്കണക്കിനുള്ള ബാരലുകൾ എണ്ണയുമായിട്ട് ഇറാന്റെ എണ്ണ വഹിക്കുന്ന ടാങ്കറുകൾ ലോകത്തെ പല ഭാഗത്തും കടലിൽ കിടപ്പുണ്ട്. ആർക്കെങ്കിലും എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇറാനുമായി കച്ചവടം ഉറപ്പിച്ചാൽ ആ ടാങ്കറുകൾ ആ രാജ്യങ്ങളിലേക്ക് പൊക്കോളും. അതായത് ഇറാന്റെ തുറമുഖത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഖാർഗ് ദ്വീപുകളിലോ ലവാൻ ദ്വീപുകളിലോ ഒക്കെ വന്നിട്ട് എണ്ണ നിറച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ എണ്ണ നിറച്ചു കിടക്കുന്ന കപ്പലുകൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഈ കപ്പലുകൾക്ക് ഉത്തരവ് കൊടുക്കും,
ആ രാജ്യത്തേക്ക് പോകാൻ. ഇതിൽ അൾട്രാ ലാർജ് ക്രൂഡ് ടാങ്കർ ULCC എന്ന് പറയുന്ന 2 മില്യൺ ബാരൽ എണ്ണ വരെ വഹിക്കുന്ന അത്ര വലിയ കപ്പലുകൾ, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സ് ക്ലാസ് അത്ര തന്നെ വലിപ്പമുള്ള ഓയിൽ ടാങ്കറുകളുണ്ട്. ആ ഓയിൽ ടാങ്കറുകളൊക്കെ അത്തരം ഈ 4 ടാങ്കറുകൾ തന്നെ എണ്ണ നിറച്ച് കിടപ്പുണ്ട്. പിന്നെ അതിനേക്കാൾ ചെറിയ വെരി ലാർജ് കണ്ടെയ്നർ ഓയിൽ ടാങ്കറുകൾ, ആ രീതിയിലുള്ള ആ ക്ലാസ്സിലുള്ള ഒരുപാട് കപ്പലുകൾ പല ഇടങ്ങളിലായിട്ട് കടലിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അവയൊക്കെ തന്നെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ മതിയാകുമെന്നാണ് ഇറാൻ പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്, ഇത്തരം ടാങ്കറുകളൊക്കെ തന്നെ അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതായത് ഏതു രാജ്യത്തിൻ്റെയാണ് ആ കപ്പൽ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതിന് പറയുന്നത് ഷാഡോ ഫ്ലീറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഗോസ്റ്റ് ക്യാരിയേഴ്സ് എന്നൊക്കെ പറയും. ആ ഓയിൽ ടാങ്കറുകൾ അമേരിക്ക ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അത് പ്രത്യേകിച്ച് ഈ ചൈനയിലേക്ക് ഉള്ള ഗതാഗതം ഉള്ള ഒരു കടലിടുക്കുണ്ട്. നമ്മൾ ഇന്നലെ അത് മലാക്ക സ്ട്രെയ്റ്റ്സ് എന്ന് പറയും. ആ മലാക്ക സ്ട്രെയ്റ്റ്സിന് അടുത്ത് നിരവധി ഇത്തരം ഇറാനിയൻ കപ്പലുകൾ പൊസിഷൻ ചെയ്തിട്ടുണ്ടെന്നും ഈ കപ്പലുകൾ ഒന്നാകെ അമേരിക്ക പിടിച്ചെടുക്കുമെന്നുമാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനേക്കാൾ വലിയ തിരിച്ചടിയാകും. ഇറാന് ഒരു തുള്ളി എണ്ണ പോലും വിൽക്കാൻ സാധിക്കാതെ വരും. ഇറാന്റെ എണ്ണയുമായിട്ട് കടലിൽ പല ഭാഗത്ത് പൊസിഷൻ ചെയ്തിരിക്കുന്ന ടാങ്കറുകൾ ഒരു കാരണവശാലും മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ യുദ്ധം വഷളാവാതിരിക്കുന്നതാണ് ഇറാന് നല്ലത് എന്നുള്ള ഒരു വിശദീകരണമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തുന്നത്. ഇനി ഇതിനൊരു മറുവശം പറഞ്ഞാൽ, അമേരിക്ക ഒരു കാരണവശാലും അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് യുദ്ധം നിർത്താറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ തൽക്കാലം ഇറാന് നേരെ മിസൈലുകളൊന്നും അയക്കാത്തത്? അതിന്റെ കാരണം അമേരിക്കയുടെ കയ്യിലുള്ള അമ്മ്യൂണിഷൻ, പടക്കോപ്പുകൾ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എല്ലാ യുദ്ധങ്ങളിലും ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടോമോഹോക്ക് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈലുകളാണ്. ഈ ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ആകെ അമേരിക്കയുടെ ശേഖരത്തിലുള്ളത് 2000-ഓളമാണ്. അതിൽ 1000-ഓളം എണ്ണം അമേരിക്കയുടെ തന്നെ സുരക്ഷയ്ക്കായിട്ട് എപ്പോഴും അമേരിക്ക റിസർവായിട്ട് കീപ്പ് ചെയ്യും. ബാക്കിയുള്ളത് 1000-ആണ്. അതാണ് പുറം രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിന് അമേരിക്ക ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള 1000 ടോമോഹോക്ക് മിസൈലുകളിൽ 800 എണ്ണത്തോളം ഇറാന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞു. അതായത് ബാക്കി ഇനി 200 എണ്ണം മാത്രമേ ഉള്ളൂ. അമേരിക്കയെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതായത് ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത, വിമാനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ആദ്യം വ്യോമ മേൽക്കൈ എയർ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെട്ടെങ്കിലും പിന്നീട് അമേരിക്കയുടെ നിരവധി വിമാനങ്ങളും ഡ്രോണുകളും, ഇപ്പോൾ പ്രഡേറ്റർ ഡ്രോണുകൾ, F-15 വിമാനങ്ങൾ, A-10 വിമാനം, അതുപോലെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അവാക്സ് വിമാനം, ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തികമായ വലിയ തിരിച്ചടിയാണത്. ഇത്ര വലിയ സാമ്പത്തികമായ തിരിച്ചടിയുള്ള കാരണത്താൽ അമേരിക്ക ഇപ്പോൾ വിമാനങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഇറാനിലേക്ക് അയക്കുന്നത്. ആക്രമണ സോർട്ടികൾ എന്ന് പറയുന്ന ആക്രമണ പറക്കലുകൾ വളരെ കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്കയെയും യുദ്ധത്തിന്റെ തന്ത്രം മാറ്റാൻ പ്രേരിപ്പിച്ചു. അതായത് സൈനികമായിട്ട് ഇറാനെ പെട്ടെന്ന് ഇറാനിലേക്ക് നേരിട്ട് ഒരാക്രമണം നടത്താതെ ഇറാന്റെ ആസ്തികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഓയിൽ ടാങ്കറുകളും അല്ലെങ്കിൽ എണ്ണ കയറ്റിയ ടാങ്കറുകളും അതുപോലെ ഇറാന്റെ കച്ചവടത്തെയും പരിപൂർണമായി കട്ട് ചെയ്യുക. ഗൾഫിന്റെ സഹായത്തോടു കൂടി ഇറാന് ദുബൈയിലും അതുപോലെ മറ്റു UAE രാജ്യങ്ങളിലും പിന്നെ ഖത്തറിലുമൊക്കെയുള്ള ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കുക. ഇതിനിടയ്ക്ക് അമേരിക്ക വേറൊരു സൗജന്യം ഇറാന് ചെയ്തു കൊടുത്തു. അതായത് അമേരിക്ക ബാങ്കുകളിൽ ട്രഷറിയിലുമൊക്കെ ഫ്രീസ് ചെയ്തിരുന്ന $20 ബില്യൺ ഇറാന്റെ സ്വത്താണത്. അത് അമേരിക്കയിലുണ്ട്. ആ $20 ബില്യൺ ഇറാന് തിരിച്ചു കൊടുക്കാം എന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്ക പറയുന്നത് ആ $20 ബില്യൺ തിരിച്ചു കൊടുത്താൽ ഇറാന്റെ കൈവശമുള്ള ഫിസൈൽ മെറ്റീരിയൽ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം
U-235 എന്ന് പറയുന്ന യുറേനിയം ഐസോട്ടോപ്പ് അമേരിക്കയ്ക്ക് കൈമാറാമെന്ന് ഇറാൻ ചർച്ചകളിൽ രഹസ്യമായി സമ്മതിച്ചു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക $20 ബില്യൺ ഇറാന്റെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറായതെന്നും അമേരിക്ക പറയുന്നു. അപ്പോൾ ഇത് ഇരു രാജ്യങ്ങളും രണ്ട് തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ അവകാശവാദങ്ങൾ എന്തു തന്നെ ആയാലും ഇവിടെയുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരൊറ്റ മിസൈലോ ഒറ്റ ബോംബാക്രമണമോ രണ്ടു കൂട്ടരും നടത്തിയിട്ടില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഹോർമുസിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരുപക്ഷെ അമേരിക്കയുടെ മാത്രം സമ്മർദ്ദത്തിന് വഴങ്ങി ആയിരിക്കില്ല ഹോർമുസിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാൻ സമ്മതിച്ചത്. കാരണം ഈ ഹോർമുസിലൂടെയുള്ള എണ്ണ അല്ലെങ്കിൽ പ്രകൃതിവാതകം ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ നിന്നുള്ള കപ്പലുകൾ പോകുന്നത് ചൈനയിലേക്കാണ്. ചൈന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഏതാണ്ട് 70% ചൈനയാണ് വാങ്ങിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഈ ഹോർമൂസിലുള്ള കപ്പലുകൾ തടയപ്പെട്ടാൽ ചൈനയുടെ ഊർജ സുരക്ഷിതത്വത്തെ ബാധിക്കും. ചൈന ഈ കാര്യത്തിൽ ഹോർമൂസിനെ ഒഴിവാക്കണം എന്ന് ഇറാനോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്യമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോക രാജ്യങ്ങളുടെ തന്നെ ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ വരികയും ആത്യന്തികമായിട്ട് എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് ഹോർമൂസിലെ ഗതാഗതം തടഞ്ഞാൽ അത് ഇറാന് തന്നെ ഒരു തിരിച്ചടി ആകും എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം ഇറാനെ ഇപ്പോൾ ഹോർമൂസ് തുറന്നു കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. മാത്രമല്ല ഇറാനിൽ നിന്നുള്ള ഒരു വ്യാപാരം അല്ലെങ്കിൽ എണ്ണ മാത്രമല്ല മറ്റു രീതിയിലുള്ള വ്യാപാരം തടസ്സപ്പെട്ടാൽ ഇറാനിലേക്ക് ചരക്ക് കപ്പലുകൾ വന്നില്ലെങ്കിൽ, ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇറാനിൽ ഏറ്റവും കൂടുതൽ ഇറാൻ അരി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെ പിന്നെ അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇറാനിൽ ലഭ്യമാകാതെ വന്നാൽ അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആത്യന്തികമായിട്ട് ഇറാനിൽ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെയധികം ഒരുപക്ഷെ ശക്തിപ്പെടുമായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക ഘടകങ്ങൾ ഇപ്പോൾ അവിടെ ഈ ഒരു തീരുമാനത്തിന് പിന്നിലേക്ക് എത്തിയിരിക്കാം. എന്തായാലും ശരി, യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രശ്നപരിഹാരം ഉണ്ടായി എന്നുള്ളത് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ ആണവ പരിപാടികൾ 20 വർഷത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ആത്യന്തിക ആവശ്യം. ഒരുപക്ഷെ തന്ത്രപൂർവ്വം തൽക്കാലം കണ്ണടയ്ക്കുമായിരിക്കാം. ഇറാന്റെ ഭരണകൂടം മാറുക എന്നുള്ളതുമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അല്ല, നേരത്തെ ഇറാൻ ഈ വെടിനിർത്തലിന് നിൽക്കാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചതിന് കാരണം ലെബനോണിൽ ഇസ്രയേൽ നടത്തിയ യുദ്ധമായിരുന്നു. അവർ ആ സമയത്ത് വെടിനിർത്തൽ സമയത്ത് ഇസ്രയേൽ വ്യാപകമായ രൂപത്തിൽ ലെബനോൺ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ അവർ തമ്മിലുള്ള വെടിനിർത്തലും വന്നു എന്നത് കൊണ്ടും കൂടിയല്ലേ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നത്? അല്ല, എനിക്ക് ആ ഒരു നിരീക്ഷണത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ലെബനോനും ഇസ്രയേലും തമ്മിൽ യുദ്ധം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കടുത്ത യുദ്ധം നടന്നു, ഹെസ്ബള്ളയും ഇസ്രയേലും തമ്മിൽ. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഹെസ്ബള്ളയുടെ നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെ പേജർ ആദ്യം പൊട്ടിത്തെറിച്ചിട്ട് നിരവധി നേതാക്കന്മാർ മരിച്ചു. അതിനുശേഷം അവരുടെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. ഇസ്രായേൽ സൈന്യം നേരിട്ട് ലെബനോനിൽ പ്രവേശിച്ചു. ആ യുദ്ധത്തിന്റെ, അതായത് ഹമാസുമായിട്ട് ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് തുടർന്നുള്ള മാസങ്ങളിൽ ഏതാണ്ട് 4-5 മാസത്തോളം നീണ്ടു നിന്ന ഒരു ആക്രമണം ഇസ്രായേല് ലെബനനിൽ നടത്തിയിരുന്നു. അന്ന് ഇറാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഇറാന് പ്രോക്സികൾക്ക്, ഇറാന്റെ പിണിയാളുകൾ അല്ലെങ്കിൽ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളാഹ് അല്ലെങ്കിൽ ഹുതികളെ, ഇവർക്ക് നേരെയൊക്കെ ആക്രമണം നടക്കുമ്പോൾ അവരെ ഇറാൻ ആയുധം കൊണ്ട് സഹായിക്കുകയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളിടത്ത് ഇറാന്റെ നയതന്ത്ര സഹായം കൊടുക്കുകയും ചെയ്യുമെങ്കിലും അത് ഒരിക്കലും മറ്റൊരു രാജ്യവുമായിട്ട് ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് അത് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു നടപടി മുൻകാലത്ത് ഇറാൻ എടുത്ത ഒരു അനുഭവം കാണുന്നില്ല. ഹെസ്ബള്ളയുടെ തലവൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ആ ഘട്ടത്തിൽ ഇറാൻ വധിച്ചിരുന്നു. എന്നിട്ടും ഇറാനല്ല, ഇസ്രായേൽ വധിച്ചിരുന്നു.
എന്നിട്ടും ഇറാൻ അന്ന് തിരിച്ചടിച്ചില്ലല്ലോ. ചോദിച്ചോളൂ അങ്ങയുടെ. എന്തായാലും ഇപ്പോൾ എണ്ണവില പെട്ടെന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഹോർമിസ് കടലിടുക്കിലൂടെ കപ്പലിന് പോകാമെന്നുള്ള വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് ലോക വിപണിയിൽ എണ്ണവില പെട്ടെന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും സന്തോഷമുള്ളൊരു വാർത്തയും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് എല്ലാ രാജ്യങ്ങൾക്കും, ലോകത്തിനും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിനുമൊക്കെ, ഇന്ത്യ പോലൊരു രാജ്യത്തിനൊക്കെ വലിയ ഒരു അനുഗ്രഹമായിരിക്കും എണ്ണവില ഇനി മുകളിലോട്ട് പോകാതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വാഗതാർഹമായ ഒരു സംഭവവികാസമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ആത്യന്തികമായിട്ട് സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. സമയം നമ്മുടെ പരിമിതി മൂലം ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി, നമസ്കാരം.